ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് പെട്ടെന്ന് കർത്താവിൻ്റെ ദാസന് ഞാൻ കൈമാറുകയാണ്. ഇവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് പറഞ്ഞ ഒരു ദൂത് നിങ്ങളുമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. വെള്ളമില്ല, മണ്ണില്ല, വേരില്ല, ധാതുലവണങ്ങൾ വലിച്ചെടുക്കാൻ ഒരു സോഴ്സും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരം പ്രാപിച്ച ലേവി ഗോത്രത്തിൻ്റെ വടി ഒന്നും കൂടെ ഞാൻ പറയാം. വെള്ളമില്ല, മണ്ണില്ല, വേരില്ല, വളരത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യമില്ല. എന്നാൽ നിയോഗത്തോടുകൂടെ മറ്റു വടികളോടുകൂടെ നിയോഗം പ്രാപിച്ചവൻ്റെ വടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കിളിർക്കും. എത്ര പേരിന്ന് പകൽവേള വിശ്വസിക്കുന്നുണ്ട്? കിളിർക്കും. പ്രാപിക്കാൻ കഴിയുന്നവരെന്ന് പകൽവേളയിൽ കിളിർക്കും. അത് കിളിർത്തു വരും. കിളിർക്കും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് ആറാമത്തെ പകൽവേളയിൽ വളരെ സ്പഷ്ടമായിട്ട് ഇടപെടുന്നു. നീ മറ്റു വടികളെ പോലെയല്ല, നിന്റെ വടി കിളിർത്തു വരും. സാഹചര്യങ്ങൾക്കപ്പുറമായിട്ട് വളരെ തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പകൽവേളയിൽ ചിലവരെ തൊട്ടുകൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ കിളിർക്കും. ദൈവദാസന് കിളിർക്കും. ലിജോ പാസ്റ്റർ കിളിർക്കും. എല്ലാവരും പറയുന്നുണ്ടാവും, എല്ലാവരുടെ വടി പോലെയുള്ളൊരു വടി. ആർക്കും ചലനമില്ലാതിരിക്കുമ്പം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗമുള്ളവന്റെ അകത്ത് സാഹചര്യങ്ങളെ നോക്കിയല്ല, സാഹചര്യങ്ങൾക്കപ്പുറമായി വളരെ തക്ക വിധത്തിലുള്ള യാതൊന്നും അവിടെ ഇല്ലാതിരിക്കുമ്പോൾ തിളിർക്ക മാത്രമല്ല, ഞാൻ ഫലം കായ്ക്കും. തൊട്ടുള്ളവർ ഫലം കായ്ക്കാതിരിക്കുമ്പം, ചുമ്മാ ഇരിക്കുമ്പം, വിധി പറയാനിരിക്കുമ്പം, വിധിക്കാനിരിക്കുമ്പം, കുറ്റം പറയാനിരിക്കുമ്പം, എന്റെ പോലെയുള്ളതാണ് ഇതുമെന്ന് പറയുമ്പോൾ നിനക്കൊരു സപ്രഷൻ ഉണ്ട്. നിന്റെ മേലൊരു ദൈവിക നിയോഗമുണ്ട്. ആറാമത്തെ പകൽവേളയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ മേലൊരു ദൈവിക നിയോഗമുണ്ട്. അത് മണ്ണല്ല, വെള്ളമല്ല, വേരല്ല. സാധാവേ കിളിർത്തു വരും. കൃപ പ്രാപിച്ചവർ കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തുടങ്ങുക. നിന്റെ വടി കിളിർക്കാൻ തുടങ്ങുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്റെ മേലുള്ള നിയോഗങ്ങൾ ചലിക്കപ്പെടാൻ തുടങ്ങുന്നു. നിന്റെ അകത്തൊരു ജീവനുണ്ട്. അത് സാഹചര്യങ്ങൾ ഓവർകം ചെയ്യുന്നതാണ്. മണ്ണല്ല നിന്നെ വളർത്തുന്നത്, മണ്ണല്ല, വെള്ളമല്ല, സാധാവേ
ഇന്ന് പകൽവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, മറ്റു ഗോത്രങ്ങളെല്ലാം അതുപോലെ തന്നെ ഇരിക്കുമ്പോ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ പോലെയല്ല, എന്റെ അകത്തൊരു ജീവനുണ്ട്, എന്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കപ്പെടുന്നുണ്ട്. എത്ര പേരെന്ന് പകൽവേളയിൽ ആഗ്രഹിക്കുന്നു, കർത്താവേ ഒരു തളിർക്കുന്നൊരു അനുഭവം, ഒരു തളിർക്കുന്നൊരു അനുഭവം, ഒരു തളിർക്കുന്നൊരു അനുഭവം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കസാര വിട്ട് എഴുന്നേറ്റാട്ട്, എഴുന്നേറ്റാട്ട്, നിയോഗത്തോടുകൂടെ, നിയോഗത്തോടുകൂടെ അതരങ്ങളെ തുറന്ന്, അതരങ്ങളെ തുറന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ആരൊക്കെയോ ആരൊക്കെയോ നിന്നെ നോക്കിക്കൊണ്ട് പറയുന്നു, ഇനി പ്രതീക്ഷിക്കണ്ട, ഇനി പ്രതീക്ഷിക്കണ്ട, ഇവിടെ മണ്ണില്ലാത്ത ഇടമാണ്, ഇവിടെ വെള്ളമില്ലാത്ത ഇടമാണ്, ഇതിന് വേരില്ലാത്ത. ഓ, എന്താ പരിശുദ്ധാത്മാവ് പറയുന്നു? നീ കിളിർക്കും, നീ കിളിർക്കും. ഉണങ്ങിപ്പോയതിനെ കർത്താവ് ജീവിപ്പിക്കുകയാണ്, ഉണങ്ങിപ്പോയതിനെ കർത്താവ് ജീവിപ്പിക്കുകയാണ്. ജീവിപ്പിക്കുന്നു, 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 ജീവിപ്പിക്കുന്നു. ഇന്ന് പകൽവേളയിൽ, ഇന്ന് പകൽവേളയിൽ ഉണങ്ങിയതിനെ കർത്താവ് ജീവിപ്പിക്കുകയാണ്, ജീവിപ്പിക്കുകയാണ്. നിന്റെ വളർച്ചയെ, നിന്റെ തളിർപ്പിനെ ഒരു ശക്തിക്ക് മടക്കാൻ കഴിയില്ല, ഒരു ശക്തിക്ക് മടക്കാൻ കഴിയില്ല, ഒരു ശക്തിക്ക് മടക്കാൻ കഴിയില്ല, ഒരു ശക്തിക്കും, ഒരു ശക്തിക്കും, വെല്ലുവിളിക്കുന്ന ഒരു ശക്തിക്കും നിന്റെ വളർച്ചയെ, നിന്റെ വളർച്ചയെ കമോൺ, കമോൺ പ്രതികരിക്കാൻ കഴിയുന്നവ പ്രതികരിക്കാം. നിന്റെ വഴി കിളിർക്കും, കിളിർക്കും, കിളിർത്തു വരും, കിളിർത്തു വരും, അത് ഫലം കായ്ക്കും. സാഹചര്യങ്ങളെ മറികടന്ന്, സന്ദർഭങ്ങളെ മറികടന്ന് നിനക്കൊരു കിളിർപ്പുണ്ട്, നിനക്കൊരു തളർപ്പുണ്ട്, നിനക്കൊരു തളർപ്പുണ്ട്. വിശ്വസിക്കുന്ന പറയുന്ന പകൽവേളയിൽ ആമേൻ പറയോ. തളർപ്പുണ്ട്, തളർപ്പുണ്ട്. ദൈവദാസന്മാരെ, നമ്മുടെ സഭയ്ക്ക് ഒരു തളർപ്പുണ്ട്, തളർപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധാനത്തിങ്കൽ കടന്നു വരുന്നപ്പാ, ഉണങ്ങിയതും പ്രതീക്ഷകളില്ലാത്തതും ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവേ, ഇന്ന് കേട്ട ആ പ്രവചന വാക്കിൽ ഞങ്ങൾ കയറി പിടിക്കുകയാണ്. ഞങ്ങൾക്കൊരു തളിർപ്പുണ്ട്. സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും മറികടന്ന് ഞങ്ങൾക്ക് ഫലം കായ്ക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ.
സ്വർഗം അത് ഞങ്ങൾ നടുവിൽ ചെയ്യുന്നതിനായി സ്തോത്രം. ദാഹമുള്ളവരെ കർത്താവ് തൊടാൻ പോകുന്നതിനായി സ്തോത്രം. അഭിഷക്തനെ ഇന്ന് ഈ പകൽവേള ഞങ്ങൾ നടുവിൽ ശക്തമായി ഉപയോഗിക്കാൻ പോകുന്നല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വേണ്ടുവോളം അനുഭവിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഹല്ലേലൂയ അതിൻ്റെ അകത്ത് ഞങ്ങൾ മുങ്ങട്ടെ കർത്താവേ. അതിൻ്റെ അകത്ത് ഞങ്ങൾ മുങ്ങട്ടെ അപ്പാ. അത് മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരാത്മപ്രവാഹം ഞങ്ങളുടെ നടുവിൽ സ്വർഗം തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി അഭിഷക്തനെ ഉപയോഗിക്കും. ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കും. നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദിവസത്തിന് താഴ്ത്തിയിലിരിക്കാം.